നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് കൂടുതൽ കരുത്തുറ്റ കാവലൊരുക്കാൻ അത്യാധുനിക ഫാൽക്കൺ വ്യോമ മുന്നറിയിപ്പ് നിരീക്ഷണ സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇസ്രായേൽ. നവീകരിച്ച അത്യാധുനിക ഫാൽക്കൺ അവാക്സ് വിമാനങ്ങൾ നൽകാമെന്നാണ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും എൽറ്റ ഇലക്ട്രോണിക്സും ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധ വാർത്താ പോർട്ടലായ IDRW.org ആണ് ഈ വിവരം പുറത്തുവിട്ടത്. നിലവിൽ വ്യോമസേന ഉപയോഗിക്കുന്ന റഷ്യൻ Il-78 വിമാനങ്ങൾക്ക് പകരം ലോകത്തിലെ ഏറ്റവും ആധുനികമായ ബോയിങ് 787 വൈഡ് ബോഡി വിമാനങ്ങളിൽ ഘടിപ്പിച്ച ELW-2090 അവാക്സിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര വ്യോമ നിരീക്ഷണത്തിന്റെ നട്ടെല്ല് ഇസ്രായേലി സാങ്കേതിക വിദ്യയിലുള്ള 3 ഫാൽക്കൺ അവാക്സ് വിമാനങ്ങളാണ്. റഷ്യൻ എയർ ഫ്രെയിമും ഇസ്രായേലി റഡാറും സമന്വയിപ്പിച്ച ഇത്തരം 2 വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ മുൻപ് പദ്ധതിയിട്ടിരുന്നു. എന്നാൽ റഷ്യൻ പ്ലാറ്റ്ഫോമുകളുടെ അമിതമായ പരിപാലന ചെലവ് കാരണം ഈ നീക്കം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ആധുനികവും കാര്യക്ഷമവുമായ ബോയിങ് 787 പ്ലാറ്റ്ഫോമുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത്. പഴയ റഷ്യൻ വിമാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമയം ആകാശത്ത് പറന്നുയരാൻ ബോയിങ് 787 വിമാനങ്ങൾക്ക് സാധിക്കും. കുറഞ്ഞ മെയിൻ്റനൻസ് ചെലവ്, മികച്ച പ്രവർത്തനക്ഷമത, ഉയർന്ന വൈദ്യുതോൽപാദന ശേഷി, അത്യാധുനിക റഡാർ സംവിധാനങ്ങൾക്ക് അനുയോജ്യമായ കൂളിംഗ് സൗകര്യങ്ങൾ എന്നിവ ഈ വിമാനത്തിന്റെ സവിശേഷതകളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പ്രോസസ്സിംഗ് സംവിധാനങ്ങളാണ് പുതിയ റഡാറിലുള്ളത്. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പോലും കൃത്യമായി കണ്ടെത്താൻ ഈ അപ്ഗ്രേഡ് ചെയ്ത സിസ്റ്റത്തിന് സാധിക്കും. അതിശക്തമായ ഇലക്ട്രോമാഗ്നറ്റിക് തടസ്സങ്ങളുള്ള അന്തരീക്ഷത്തിൽ പോലും ലക്ഷ്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അവയെ കൃത്യമായി പകർത്തി വ്യോമസേനയ്ക്ക് മുന്നറിയിപ്പ് നൽകാനും ഇതിലൂടെ സാധിക്കും. മാറിവരുന്ന പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്തുന്നതിൽ ഈ റഡാർ കൈവരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന പുരോഗതി വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഫാൽക്കൺ സിസ്റ്റത്തിന് മുകളിലുള്ള റോട്ടോഡോം ഘടന ഒരേ സമയം 360 ഡിഗ്രി ചുറ്റളവിലും തടസ്സമില്ലാതെ നിരീക്ഷണം ഉറപ്പാക്കും. അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമസേനയുടെ ഭാഗമാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇത്തരമൊരു പ്രതിരോധം അത്യന്താപേക്ഷിതമാണ്. അതിർത്തി കടന്നു വരുന്ന ഏത് ചെറിയ ഭീഷണിയും വളരെ അകലെ വെച്ച് തന്നെ കണ്ടെത്താനും യുദ്ധവിമാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ദൂരത്ത് നിന്ന് തന്നെ കണ്ടെത്തി പോർ വിമാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ആകാശത്തെ കൺട്രോൾ റൂമുകൾ എന്ന് വേണമെങ്കിൽ അവാക്സ് വിമാനങ്ങളെ വിളിക്കാം. എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് അവാക്കസ്. ആകാശത്തിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനം ഘടിപ്പിച്ചതുമായ വിമാനമാണ് അവാക്കസ്. ശത്രു നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും നിർണായകമാണിവ. ഒരു വശത്ത് ഇസ്രായേലിലെ ഓഫർ ലഭിക്കുമ്പോൾ തന്നെ സ്വന്തമായി വികസിപ്പിക്കുന്ന നേത്ര അവാക്കസ് പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. എംബ്രോയിഡ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള 6 നേത്ര MK-1A വിമാനങ്ങൾ വാങ്ങാനാണ് വ്യോമസേനയുടെ അടിയന്തര മുൻഗണന. ഒപ്പം എയർബസ് A321 വിമാനങ്ങളിൽ വികസിപ്പിക്കുന്ന നേത്ര MK2 പദ്ധതി വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രധാന തദ്ദേശീയ അവാക്കസ് പ്ലാറ്റ്ഫോമായി മാറും. പുതുതലമുറ ഗാലിയം നൈട്രൈഡ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 360 ഡിഗ്രി നിരീക്ഷണം സാധ്യമാക്കുന്ന നേത്ര MK3 പദ്ധതിയും ചർച്ചകളിലുണ്ട്. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ തദ്ദേശീയ സാങ്കേതികവിദ്യയ്ക്ക് രാജ്യം വലിയ മുൻഗണന നൽകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള ഈ വലിയ ഇറക്കുമതിക്ക് സർക്കാർ പച്ചക്കൊടി കാട്ടുമോ എന്നത് വരും ദിവസങ്ങളിലെ വ്യക്തമാകൂ. എങ്കിലും തദ്ദേശീയ വിമാനങ്ങൾ പൂർണ്ണ സജ്ജമാകാൻ സമയമെടുക്കുമെന്നതിനാൽ അതിർത്തിയിലെ അടിയന്തര സുരക്ഷ മുൻനിർത്തി ഇസ്രായേലിലെ അത്യാധുനിക ബോയിങ് ഫാൽക്കൺ വിമാനങ്ങൾ വാങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു.